ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ സിമെൻറ്റ് ഫൈനസ് ടെസ്റ്റ് ഇസ് ഡൺ ഓൺ IS sieve നമ്പർ ഓപ്ഷൻ A 9, ഓപ്ഷൻ B 7, ഓപ്ഷൻ C 8, ഓപ്ഷൻ D 11. ഫൈനസ് ടെസ്റ്റ് സത്യത്തിൽ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമെൻറ്റിൻ്റെ ഗ്രൈൻഡിങ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ എത്രമാത്രം സിമെൻറ്റ് ഗ്രൈൻഡഡ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എയ്തർ നമുക്ക് സീവ് അനാലിസിസ് വഴി ചെയ്യാം, അല്ലെങ്കിൽ പെർമിബിലിറ്റി മെത്തേഡ് വഴിയും ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് ഫൈനസ് ടെസ്റ്റ് ഏത് സീവ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നാണ്. ആൻസർ വരിക ഓപ്ഷൻ A 9 ആണ്. നമ്പർ 9 സീവാണ്. അതിൻ്റെ സൈസ് വന്നിട്ട് 90 മൈക്രോൺ ആണ്. ഈ ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ ഏറ്റവും അവസാനം ആ സീവിൻ്റെ അകത്ത് നമ്മൾ എടുത്ത സിമെൻറ്റിൻ്റെ വെയ്റ്റിൻ്റെ 10%-നേക്കാട്ടിലും കൂടുതൽ റിമെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സീവിൽ റീറ്റെയിൻ ചെയ്യുമല്ലോ, അത് നമ്മൾ എടുത്ത സിമെൻറ്റിൻ്റെ വെയ്റ്റിൻ്റെ 10%-നേക്കാട്ടിലും കൂടാൻ പാടില്ല. ഇനി ഇതിനെക്കാട്ടിലും ആക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എയർ പെർമിബിലിറ്റി ടെസ്റ്റ് തന്നെയാണ്. സോ ഫൈനസ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്പർ 90 മൈക്രോൺ സീവ് വെച്ചാണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സ്പ്ലിറ്റ് സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ ഓപ്ഷൻ A ബ്രസീലിയൻ ടെസ്റ്റ്, ഓപ്ഷൻ B വിക്കറ്റ്സ് അപ്പാരറ്റസ്, ഓപ്ഷൻ C ക്യൂബ് ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ D ബ്രിക്കറ്റ് ടെസ്റ്റ്. ഇവിടെ ആൻസർ വരിക ബ്രസീലിയൻ ടെസ്റ്റാണ്, ഓപ്ഷൻ A. അപ്പോൾ വിക്കറ്റ് അപ്പാരറ്റസ് ബ്രസീലിയൻ ടെസ്റ്റാണ് ആൻസർ വരിക. വിക്കറ്റ് അപ്പാരറ്റസ് അപ്പോൾ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? വിക്കറ്റ് അപ്പാരറ്റസ് വെച്ചിട്ട് 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമുക്ക് സിമെൻറ്റിൻ്റെ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും രണ്ടും നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസ് വെച്ചിട്ട് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 3ൻ്റെ അകത്തും യൂസ് ചെയ്യുന്ന നീഡിലിൻ്റെ വ്യത്യാസമാണ് വരിക. അപ്പോൾ കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? പ്ലഞ്ചറാണ് യൂസ് ചെയ്യുക കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിനാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ നീഡിലും, ഫൈനൽ സെറ്റിംഗ് ടൈമിലാണെങ്കിൽ നീഡിൽ വിത്ത് ആനുലാർ കോളറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതാണ് വിക്കറ്റ് അപ്പാരറ്റസ്. നെക്സ്റ്റ് ക്യൂബ് ടെസ്റ്റ്. ക്യൂബ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ സാധാരണ നമ്മൾ കംപ്രഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി കംപ്രസീവ് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ക്യൂബ്സ് കാസ്റ്റ് ചെയ്യുന്നത്. അത് 70.6 mm സൈസിലുള്ള ക്യൂബ്സാണ്. നമ്മൾ 1:3 മോട്ടാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യൂബ്സ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യൂബ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്, കംപ്രഷനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ബ്രിക്കറ്റ് ടെസ്റ്റ്. ബ്രിക്കറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ബ്രിക്കറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ടെൻസൈൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ബ്രിക്കറ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു 35 kg/cm² ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്ത് അത് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ലോഡിനെയാണ് അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ 3 ദിവസം കഴിഞ്ഞുള്ള ടെസ്റ്റും ചെയ്യും, 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റും ചെയ്യും. ഇനി 3 ദിവസത്തെ എന്ന് പറഞ്ഞാൽ 2 Nm/mm² ആണ് പറയുക. 7 days കഴിഞ്ഞിട്ടാണെങ്കിൽ 2.5 Nm/mm² ആണ് പറയുന്നത്. സോ ബ്രിക്കറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ക്യൂബ് ടെസ്റ്റ് സാധാരണ നമ്മൾ കംപ്രഷനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിക്കറ്റ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ, കൺസിസ്റ്റൻസി, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, 3ഉം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബ്രസീലിയൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പ്ലിറ്റ് സ്ട്രെങ്ത്, സിമെൻറ്റിൻ്റെ സ്പ്ലിറ്റ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രസീലിയൻ ടെസ്റ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For determining the initial setting time by wicket apparatus, the weight of cement to be taken is
ഓപ്ഷൻ എ 500 gram, ഓപ്ഷൻ ബി 400 gram, ഓപ്ഷൻ സി 300 gram ആൻഡ് ഓപ്ഷൻ ഡി 1000 gram. നമ്മൾ പറഞ്ഞു വിക്കറ്റ് അപ്പാരറ്റസ് വെച്ചിട്ട് നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യും, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യും, ഫൈനൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സ്ക്വയർ നീഡിലാണ് നമ്മൾ ഈ വിക്കറ്റ് അപ്പാരറ്റസിൽ യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് എത്ര ഗ്രാം സിമെൻറ്റാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളതാണ്. അതായത് ആ മോൾഡിൻ്റെ അകത്ത് നമ്മൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സിമെൻറ്റ്, ആ സിമെൻറ്റ് കുഴയ്ക്കുന്നത് കൺസിസ്റ്റൻസി ടെസ്റ്റിൽ കിട്ടിയ വാട്ടറിൻ്റെ കണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് സിമെൻറ്റ് പേസ്റ്റ് ആക്കും. ആ പേസ്റ്റ് മോൾഡിൽ ഫില്ല് ചെയ്യും. അതിനുശേഷം ഈ വിക്കറ്റ് അപ്പാരറ്റസിൽ നീഡിൽ നമ്മുടെ സ്ക്വയർ നീഡിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എത്ര എമൗണ്ട് സിമെൻറ്റാണ് നമ്മൾ എടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻസർ വരിക ഓപ്ഷൻ സി 300 gram ആണ്. 300 gram ഓഫ് സിമെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എയർ പെർമിബിലിറ്റി ടെസ്റ്റ് ഇസ് ഡൺ ടു മെഷർ ഓപ്ഷൻ എ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്, ഓപ്ഷൻ ബി സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ്, ഓപ്ഷൻ സി കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് സിമെൻറ്റ്, ഓപ്ഷൻ ഡി ഫൈൻനെസ് ഓഫ് സിമെൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് ഫൈൻനെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് നമ്പർ സീവാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഫൈൻനെസ് ടെസ്റ്റ് ചെയ്യാൻ സീവ് അനാലിസിസും ചെയ്യാം, അതുപോലെ തന്നെ എയർ പെർമിബിലിറ്റി മെത്തേഡും ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എയർ പെർമിബിലിറ്റി ടെസ്റ്റ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി ഫൈൻനെസ് ഓഫ് സിമെൻ്റ് ആണ്. ഇനി സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിക്കറ്റ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് ആണ്. ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസിൽ ആ എക്സ്പാൻഷൻ വെച്ചിട്ടാണ്, എക്സ്പാൻഷൻ ഓഫ് സിമെൻറ്റ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ സിമെൻറ്റിൻ്റെ സൗണ്ട്നെസ് മനസ്സിലാക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ 10 mm ഒരു സിമെൻറ്റ് 10 mm അതിൻ്റെ ആ ഒരു നീഡിൽ അല്ലെ എക്സ്പാൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ സിമെൻറ്റിൻ്റെ എത്രമാത്രം സൗണ്ട് ആണ് സിമെൻറ്റ് അല്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ സൗണ്ട്നെസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് ആണ്. ഇനി സൗണ്ട്നെസ് ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അൺകമ്പൈൻഡ് ലൈം, മഗ്നീഷ്യ, സൾഫർ ഇതിൻ്റെയൊക്കെ പ്രസൻസ് സിമെൻറ്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് യൂസ് ചെയ്ത് നമ്മൾ സൗണ്ട്നെസ് കണ്ടുപിടിക്കുമ്പോൾ പ്രസൻസ് ഓഫ് ഫ്രീ ലൈമാണ് നമ്മൾ അതിൻ്റെ അകത്ത് നോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വച്ചേക്കാം. ഓക്കെ, മാക്സിമം എക്സ്പാൻഷൻ ഓഫ് സിമെൻറ്റ് പറയുന്നത് 10 mm ആണ് കേട്ടോ ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസിൻ്റെ കേസിൽ. നെക്സ്റ്റ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് സിമെൻറ്റ് ആൻഡ് ഫൈൻനെസ് ഓഫ് സിമെൻറ്റ് ആണ് ആൻസർ വരിക നമ്മൾ പറഞ്ഞു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ ഓപ്ഷൻ എ 5 hours, ഓപ്ഷൻ ബി 10 hours, ഓപ്ഷൻ സി 30 minutes, ഓപ്ഷൻ ഡി 1 hour. അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഉണ്ട്, ഫൈനൽ സെറ്റിംഗ് ടൈമും ഉണ്ട്. ഒരു സാധാരണ സിമെൻറ്റ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ അതവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനെയാണ്. OPSCയുടെ കേസ് പറയുകയാണെങ്കിൽ ഓരോ ടൈപ്പ് സിമെൻറ്റിനും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം. OPCയുടെ കേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വന്നിട്ട് 30 minutes, ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours ആണ് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് OPCയുടെ ഫൈനൽ സെറ്റിംഗ് ടൈമാണ്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ബി 10 hours ആണ്. ഇനി പല വെറൈറ്റീസ് ഓഫ് സിമെൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നമുക്ക് ചില സിമെൻറ്റുകളുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ഒന്ന് നോട്ട് ചെയ്യാം. OPCയുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഇസ് നോട്ട് ലെസ് ദാൻ 30 minutes, 30 മിനിറ്റിനെക്കാട്ടിലും കുറയാൻ പാടില്ല. ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം നോക്കിയിട്ട് 10 മണിക്കൂറിനെക്കാട്ടിലും കൂടാനും പാടില്ല.
ഇനി റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റിനെക്കാട്ടിലും കുറയാൻ പാടില്ല. ഫൈനൽ സെറ്റിംഗ് ടൈം 10 മണിക്കൂറിനെക്കാട്ടിലും കൂടാൻ പാടില്ല. OPCയുടെ അതേ വാല്യൂസാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിനും ഉള്ളത്. ഹൈ അലൂമിന സിമെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാറുള്ളതാണ്. PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹൈ അലൂമിന സിമെൻറ്റ്. ഹൈ അലൂമിന സിമെൻറ്റിൻ്റെത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വന്നിട്ട് 3.5 hours ആണ് പറയുക. 3.5 hours ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം വന്നിട്ട് 5 hours. ലോ ഹീറ്റ് സിമെൻറ്റ് വന്നാൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 1 hour ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours ആണ് പറയുന്നത്. ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റിൽ 5 minutes ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം 30 minutes. അപ്പോൾ ഈ വാല്യൂസ് ഓർത്ത് വെക്കുക. OPCയുടെ കാര്യവും ഹൈ അലൂമിന സിമെൻറ്റിൻ്റെ കാര്യവും പ്രത്യേകം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the rate of hydration of cement depends upon. Okay, option A soundness, option B cement, option C consistency, option D setting time. ആൻസർ വരിക ഓപ്ഷൻ D ആണ്, സെറ്റിംഗ് ടൈം. സോ അതിനകത്ത് സൗണ്ട്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. സൗണ്ട്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാർഡൻഡ് സിമെൻറ്റ് പേസ്റ്റിന് അതിൻ്റെ വോളിയം റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ഈവൻ ആഫ്റ്റർ സെറ്റിംഗ്, അതിനെയാണ് സൗണ്ട്നെസ് എന്ന് പറയാം. ദ എബിലിറ്റി ഓഫ് എ ഹാർഡൻഡ് സിമെൻറ്റ് പേസ്റ്റ് ടു റീറ്റെയിൻ ഇറ്റ്സ് വോളിയം ആഫ്റ്റർ സെറ്റിംഗ്, അതാണ് സൗണ്ട്നെസ്. കൺസിസ്റ്റൻസി എന്താണെന്ന് നോക്കിയാൽ, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എത്രമാത്രം വാട്ടർ ആഡ് ചെയ്തിട്ട് സിമെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കണം, സോ ദാറ്റ് ആ സിമെൻറ്റ് പേസ്റ്റ് നമുക്ക് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, ബാക്കി ടെസ്റ്റുകൾ, സിമെൻറ്റിൻ്റെ ടെസ്റ്റുകളിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി ഓഫ് സിമെൻറ്റ് പേസ്റ്റ്. ഇനി സെറ്റിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, the action of changing mixed cement from a fluid state to solid state is called setting of cement. അതായത് സിമെൻറ്റിനെ ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറയാം. അതിനെടുക്കുന്ന ടൈമിനെയാണ് സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സെറ്റിംഗ് ടൈമിനെയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The major constituent of cement is. സിമെൻറ്റിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്താണെന്നാണ്. ഓപ്ഷൻ എ ലൈം, ഓപ്ഷൻ ബി സിലിക്ക, ഓപ്ഷൻ സി അലൂമിന, ഓപ്ഷൻ ഡി അയൺ ഓക്സൈഡ്. ആൻസർ വരിക ഓപ്ഷൻ എ ലൈമാണ്. ലൈം വന്നിട്ട് ഒരു 60 to 65% സിമെൻറ്റിൽ വരുന്നത് ലൈമാണ്. ഇത് ലൈം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിമെൻറ്റിനെ സൗണ്ടും സ്ട്രോങ്ങുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ലൈം എക്സസ് ആയിക്കഴിഞ്ഞാൽ സിമെൻറ്റ് അൺസൗണ്ടായി മാറുകയും ചെയ്യും. സിലിക്ക എന്ന് പറയുന്നത് അത് 20 to 30% ആണുള്ളത്. സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ള കാര്യമാണ് സിലിക്ക ചെയ്യുന്നത്. അലൂമിന വന്നിട്ട് 5 to 10% ആണ് ഉള്ളത്. അതൊരു ക്യുക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്നതാണ് അലൂമിന. അയൺ ഓക്സൈഡ് സാധാരണ കളർ കൊടുക്കുന്ന എന്നുള്ള ഫങ്ഷനാണ് അയൺ ഓക്സൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ മേജർ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ലൈമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ സൗണ്ട്നെസ് ടെസ്റ്റ് ഇസ് കണ്ടക്റ്റഡ് the expansion of cement should not be greater than. Option A 20 mm, option B 20 dm, option C 10 mm, option D 10 dm. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സിമെൻറ്റിൻ്റെ എക്സ്പാൻഷൻ. നമ്മൾ പറഞ്ഞു സൗണ്ട്നെസ് ടെസ്റ്റ് ഏത് അപ്പാറ്റസ് വെച്ചായിരുന്നു ചെയ്തത്? ലേ ചാറ്റ്ലിയർ അപ്പാറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ സിമെൻറ്റിൻ്റെ അകത്ത് എക്സ്പാൻഷൻ ലിമിറ്റ് ചെയ്തേക്കുന്നത് 10 mm വരെയാണ്. ആൻസർ വരിക ഓപ്ഷൻ സി 10 mm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫങ്ഷൻ ഓഫ് ജിപ്സം ഇൻ സിമെൻറ്റ് ഇസ്. ഓപ്ഷൻ എ ടു ഇൻക്രീസ് സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ടു ഇൻക്രീസ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഓപ്ഷൻ സി ടു ഡിക്രീസ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആൻഡ് ഓപ്ഷൻ ഡി
ടു ഇൻക്രീസ് ഫൈനൽ സെറ്റിംഗ് ടൈം? ആൻസർ വരിക ഓപ്ഷൻ ബി, ടു ഇൻക്രീസ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. അതായത് സിമെൻറ്റ് നമ്മൾ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കുറവാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. സിമെൻറ്റ് പെട്ടെന്ന് സെറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സിമെൻറ്റ് ബാഗിൽ നിന്നും എടുത്ത് അത് നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസിയിൽ എത്തിക്കുന്നത് വരെയെങ്കിലും അത് സെറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഇംപാർട്സ് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി ടു ദ സിമെൻറ്റ് ഇസ്? ഓപ്ഷൻ എ സിലിക്ക, ഓപ്ഷൻ ബി കാൽസ്യം സൾഫേറ്റ്, ഓപ്ഷൻ സി മഗ്നീഷ്യ, ഓപ്ഷൻ ഡി അലൂമിന. ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ അകത്ത് ഏതാണെന്നുള്ളതാണ്. ആൻസർ വരിക ഓപ്ഷൻ ഡി അലൂമിനയാണ്. അലൂമിന കൂടുതലായിക്കഴിഞ്ഞാൽ സെറ്റിംഗ് ടൈം കുറയും. കാരണം അലൂമിനയുടെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെൻറ്റിന് ക്വിക്ക് സെറ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ സിമെൻറ്റിൽ ജിപ്സമാണ്. ജിപ്സം നമ്മുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ജിപ്സം കൊടുക്കുന്നത്. അത് 1 to 3% ആണുള്ളത്. നെക്സ്റ്റ്, മഗ്നീഷ്യ വന്നിട്ട് കളറ് കൊടുക്കുക എന്നുള്ള പ്രോപ്പർട്ടിയാണ് മഗ്നീഷ്യ ചെയ്യുന്നത്. നെക്സ്റ്റ്, മഗ്നീഷ്യ മീൻസ് മഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ടാണ് കാണുന്നത്, അത് കളറ് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. ദെൻ അലൂമിന നമ്മൾ പറഞ്ഞു എന്താണ്, ക്വിക്ക് സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അലൂമിന. ഇനി ഏറ്റവും ആദ്യം പറഞ്ഞ സിലിക്ക ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെൻറ്റിന് സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ദ ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഇംപാർട്സ് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി ടു സിമെൻറ്റ്, ആൻസർ വരിക ഓപ്ഷൻ ഡി അലൂമിനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിമെൻറ്റ് ഇസ് പ്രിഫറബ്ലി യൂസ്ഡ് ഫോർ മാസ് കോൺക്രീറ്റ് വർക്ക്? അതായത് വലിയ കൺസ്ട്രക്ഷൻസ്, ഡാം പോലെയുള്ള വലിയ കൺസ്ട്രക്ഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് കോൺക്രീറ്റ് ആണെന്നുള്ളത്. ഓപ്ഷൻ എ ഏത് ടൈപ്പ് സിമെൻ്റ് ആണെന്നുള്ളത്. ഓപ്ഷൻ എ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്, ഓപ്ഷൻ ബി പോർട്ട്ലാൻഡ് പോസ്ലോണ സിമെൻറ്റ്, ഓപ്ഷൻ സി ലോ ഹീറ്റ് സിമെൻറ്റ്, ഓപ്ഷൻ ഡി ഹൈ അലൂമിന സിമെൻറ്റ്. സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്, ക്വിക്ക് സെറ്റിംഗ് സിമെൻ്റ് ആണ്. ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ജിപ്സം മാത്രമേ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 5 minutes ഫൈനൽ സെറ്റിംഗ് ടൈം 30 minutes ആണ്. അപ്പോൾ സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ തന്നെ ഹീറ്റ് പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, മാസ് കോൺക്രീറ്റ് വർക്ക്സിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് എക്സ്പെല് ചെയ്യുകയും അത് വെച്ച് വർക്കേഴ്സിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സിമെൻറ്റ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ ഇസ് പോർട്ട്ലാൻഡ് പോസ്ലോണ സിമെൻറ്റ്. പോർട്ട്ലാൻഡ് പോസ്ലോണ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്ലോണ അല്ലെങ്കിൽ ഫ്ലൈ ആഷ് എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് പോർട്ട്ലാൻഡ് പോസ്ലോണ സിമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പോസ്ലോണ എന്ന് പറഞ്ഞാൽ ഒരു വോൾക്കാനിക് മെറ്റീരിയൽ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വച്ചേക്കുക. ഇനി ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് നമ്മുടെ തേർമൽ പ്ലാന്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റ് പ്രോഡക്റ്റാണ് ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോർട്ട്ലാൻഡ് പോസ്ലോണ സിമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇത് നമ്മൾ ഇതും അല്ല നമ്മൾ സാധാരണ മാസ് കോൺക്രീറ്റ് വർക്ക്സിനൊന്നും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ലോ ഹീറ്റ് സിമെൻറ്റ്. ലോ ഹീറ്റ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ലോ പെർസെൻറ്റേജ് ഓഫ് ട്രൈകാൽസ്യം സൾഫേറ്റ് ആയിരിക്കും ആൻഡ് ട്രൈകാൽസ്യം അലൂമിനേറ്റ്. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ രണ്ടിൻ്റെയും പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. എന്നിട്ട് ഡൈകാൽസ്യം സിലിക്കേറ്റ്, അതിന് സ്ട്രെങ്ത് കൊടുക്കുന്ന കോമ്പൗണ്ട് കൂടുതലുമായിരിക്കും. അപ്പോൾ ഈ ഒരു ലോ ഹീറ്റ് സിമെൻ്റ് ആണ് സാധാരണ നമ്മൾ
മാസ് കോൺക്രീറ്റ് വർക്ക്സ്, റീറ്റെയിനിങ് വാൾസ്, ഡാം കൺസ്ട്രക്ഷൻ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വന്നിട്ട് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 1 അവറും ഫൈനൽ സെറ്റിംഗ് ടൈം 10 അവറുമാണ്. അപ്പോൾ ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം. അതുതന്നെയാണ് ഇതിനെ മാസ് കോൺക്രീറ്റ് വർക്ക്സിന് യൂസ് ചെയ്യാനും സഹായിക്കുന്നത്. സോ ഹൈ അലൂമിന സിമെൻറ്റ്, അടുത്തത് ഹൈ അലൂമിന സിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹയർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് അറ്റൈൻ ചെയ്യും. വളരെ ചെറിയ പീരീഡിൽ തന്നെ ഹയർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് നമുക്ക് ചെറിയ ഷോർട്ട് സ്പാനിൽ തന്നെ അറ്റൈൻ ചെയ്യും ഹൈ അലൂമിന സിമെൻറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിമെൻറ്റ് ഇസ് പ്രിഫറബിളി യൂസ്ഡ് ഫോർ മാസ് കോൺക്രീറ്റ് വർക്ക്സ് എന്ന ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരിക ലോ ഹീറ്റ് സിമെൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, വൈറ്റ് സിമെൻറ്റ് ഷുഡ് ഹാവ് ലീസ് പെർസെൻറ്റേജ് ഓഫ് ഓപ്ഷൻ എ അലൂമിനിയം ഓക്സൈഡ്, ഓപ്ഷൻ ബി സിലിക്ക, ഓപ്ഷൻ ഡി സി അയൺ ഓക്സൈഡ് ആൻഡ് ഓപ്ഷൻ ഡി മഗ്നീഷ്യം. അപ്പോൾ ഇവിടെ വൈറ്റ് സിമെൻറ്റിൻ്റെ കാര്യമാണ് പറയുക. വൈറ്റ് സിമെൻറ്റ് പേരിൽ നിന്ന് തന്നെ അറിയാം വൈറ്റ് കളറാണ്, വേറെ കളറൊന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കളർ കൊടുക്കുന്ന കോമ്പൗണ്ട് എന്താണ് തന്നേക്കുന്നതിൻ്റെ അകത്ത് അയൺ ഓക്സൈഡാണ് സിമെൻറ്റിന് കളർ കൊടുക്കുന്ന കോമ്പൗണ്ട്. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി അയൺ ഓക്സൈഡാണ്. വൈറ്റ് സിമെൻറ്റിൽ അയൺ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് ലീസ്റ്റ് പെർസെൻറ്റേജ് മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the compound formed within about 24 hours after addition of water. അതായത് സിമെൻറ്റിൽ നമ്മൾ വാട്ടർ ഒഴിച്ച് കഴിയുമ്പോഴേക്കും ആദ്യം ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ 2 കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. ട്രൈ കാൽസ്യം അലൂമിനേറ്റ് ആൻഡ് ടെട്രാ കാൽസ്യം അലൂമിനോഫെറേറ്റ്. അങ്ങനെ 2 കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇത് രണ്ടും സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്തുമായിട്ട് ബന്ധമുള്ളതല്ല. പിന്നീട് ഫോം ചെയ്യുന്ന ട്രൈ കാൽസ്യം സിലിക്കേറ്റ് ആൻഡ് ഡൈ കാൽസ്യം സിലിക്കേറ്റ്, ഇത് രണ്ടുമാണ് സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്തിന് മെയിനായിട്ട് സഹായിക്കുന്നത്. ട്രൈ കാൽസ്യം സിലിക്കേറ്റ് വന്നിട്ട് 7 days സ്ട്രെങ്ത്തും ഡൈ കാൽസ്യം സിലിക്കേറ്റ് വന്നിട്ട് അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിനെയുമാണ് ബാധിക്കുന്നത്. സോ ഈ ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത് ദ കോമ്പൗണ്ട് ഫോംഡ് വിത്തിൻ അബൌട്ട് 24 hours ആഫ്റ്റർ ദ അഡീഷൻ ഓഫ് വാട്ടർ ടു സിമെൻറ്റ്. ഓപ്ഷൻ എ ട്രൈകാൽസ്യം അലൂമിനേറ്റ്, ഓപ്ഷൻ ബി ഡൈകാൽസ്യം അലൂമിനേറ്റ്, ഓപ്ഷൻ സി ഡൈകാൽസ്യം സിലിക്കേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ട്രൈകാൽസ്യം സിലിക്കേറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ട്രൈകാൽസ്യം അലൂമിനേറ്റ് ആണ്. ട്രൈകാൽസ്യം അലൂമിനേറ്റും ടെട്രാ കാൽസ്യം അലൂമിനോഫെറേറ്റും അത് ഓപ്ഷനിലില്ല. ഇത് രണ്ടും 24 hours തന്നെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ആൻഡ് പിന്നെ വരുന്ന ഡൈകാൽസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കൊടുക്കുന്നതാണ്. അത് ട്രൈകാൽസ്യം സിലിക്കേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഡൈകാൽസ്യം സിലിക്കേറ്റ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് helps in early strength of cement concrete. Option A tricalcium silicate, option B dicalcium silicate, option C gypsum, option D tricalcium aluminate. അപ്പോൾ ഏർലി സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. കാരണം ആദ്യത്തെ 2 കോമ്പൗണ്ട് ട്രൈകാൽസ്യം അലൂമിനേറ്റും ടെട്രാ കാൽസ്യം അലൂമിനോഫെറേറ്റും 24 മണിക്കൂറിനുള്ളിൽ ഫോം ചെയ്യുമെങ്കിലും അത് രണ്ടും സ്ട്രെങ്ത്തുമായിട്ട് ബന്ധമില്ല. അത് സിമെൻറ്റിന് സ്ട്രെങ്ത് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഫോം ചെയ്യുന്ന ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആൻഡ് ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ് സിമെൻറ്റിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്. അതിൽ തന്നെ ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ് 7 days സ്ട്രെങ്ത് കൊടുക്കുന്നത്. അതായത് ഏർലി സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ് കൊടുക്കുന്നത് ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. പിന്നീട് ഫോം ചെയ്യുന്ന ഡൈകാൽസ്യം സിലിക്കേറ്റ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് കൊടുക്കുക സിമെൻറ്റിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർസെൻറ്റേജ് ഓഫ് ജിപ്സം ആഡഡ് ടു സിമെൻറ്റ് ക്ലിങ്കേഴ്സ് ഇസ് ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 10 ആൻഡ് ഓപ്ഷൻ ഡി 15. അപ്പം എത്ര പെർസെൻറ്റേജ് ജിപ്സമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ക്ലിങ്കേഴ്സിൽ. അപ്പോൾ ജിപ്സം നമ്മുടെ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് പറയുവാണെന്നുണ്ടെങ്കിൽ മിക്സിംഗ് ഉണ്ട്, ഗ്രൈൻഡിങ്, അത് കഴിഞ്ഞിട്ട് ബേണിങ്,
ബേണിങ്ങിൽ നിന്നും പുറത്ത് വരുന്ന ക്ലിങ്കേഴ്സ് ഉണ്ട്. ക്ലിങ്കേഴ്സ് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ജിപ്സം ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജിപ്സം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര % ആഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അത് ഓപ്ഷൻ ബി 3% ആണ്. 3% ജിപ്സമാണ് സാധാരണ നമ്മൾ സിമെൻറ്റ് ക്ലിങ്കേഴ്സ് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ബോൾ മില്ല് അല്ലെങ്കിൽ ട്യൂബ് മില്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു ടോപ്പിക്കും വളരെ റിലവൻ്റ് ആയിട്ടുള്ള നമ്മുടെ 24-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു.